ഞാനൊരു 5 ക്ലൂ തരും. നിങ്ങൾ ഏതാണ് ബ്രാൻഡ് എന്ന് കമന്റ് ചെയ്യണേ. എത്തിക്കലി ഓക്കെ ആണോ എന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ ബ്രാൻഡിന്റെ പേര് മെൻഷൻ ചെയ്യാത്തത്. ഒരുപാട് പേര് അവരുടെ എക്സ്റ്റൻസീവ് പ്രൊമോഷൻ കാരണം റിവ്യൂ ചെയ്യാൻ പറഞ്ഞൊരു ബ്രാൻഡ് കൂടിയാണിത്. അപ്പൊ ക്ലൂ നമ്പർ 1, അവര് ആയുർവേദിക്, ഓർഗാനിക്, നാച്ചുറൽ, കെമിക്കൽ ഫ്രീ എന്നൊക്കെ പറഞ്ഞാണ് അവർ കൂടുതലും അവരുടെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്ലൂ, അഞ്ചാമത്തെ ക്ലൂ ആണ് സൂപ്പർ കേട്ടോ. ഇനി രണ്ടാമത്തെ ക്ലൂ, അവരുടെ സൺസ്ക്രീൻ അവർ എക്കോ സേഫ് ഓർഗാനിക് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ദർ ഇസ് നത്തിങ് സോ കോൾഡ് ഓർഗാനിക് സൺസ്ക്രീൻ ഓർ നാച്ചുറൽ സൺസ്ക്രീൻ. അവർ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഫിൽറ്റേഴ്സും ലാബ് മെയ്ഡ് കെമിക്കൽ ഫിൽറ്റേഴ്സ് ആണ്. പക്ഷെ ആ ഫിൽറ്റേഴ്സ് എല്ലാം മോഡേൺ, എക്സ്ട്രീം മോഡേൺ ഫിൽറ്റേഴ്സ് ആൻഡ് ഹൈ എൻഡ് ഫിൽറ്റേഴ്സ് ആണ്. സൺസ്ക്രീൻ വൈസ്, പ്രൊഡക്ട് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല സൺസ്ക്രീനുമാണ്. പക്ഷെ മാർക്കറ്റ് ചെയ്യുന്ന രീതി തെറ്റാണ്. ഇനി മൂന്നാമത്തത്, അവരുടെ ക്രീംസ് അവർ ഏജ് വൈസ് കാറ്റഗറൈസ് ചെയ്താണ് ഇറക്കിയിരിക്കുന്നത്. 25 to 35, 35 to 45, 45 to 55, 55 പ്ലസ് അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്രീം. ആൻഡ് ഇതിൽ എന്താന്ന് വെച്ചാൽ ഡെർമറ്റോളജി കോൺസെപ്റ്റിൽ ഇങ്ങനെ ഏജ് സ്പെസിഫിക് ക്രീംസ് ഒന്നും സംഭവമില്ല. നോ സ്കിൻ കൺസേൺ ഇസ് ഈക്വൽ ടു എക്സാക്ട് ഏജ്. അപ്പോൾ അവരിത് എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ക്ലൂ നമ്പർ 4, അവരുടെ വെബ്സൈറ്റിൽ ഒന്നിന്റെയും ഒരു പ്രൊഡക്റ്റിന്റെയും ഫുൾ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഇല്ല. കീ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഫുൾ ഇൻഗ്രീ ലിസ്റ്റ് ഒന്നിന്റെയും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ വിശ്വസിച്ച ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കും? ഇനി അഞ്ചാമത്തെ, ഇതാണ് മെയിൻ. അതായത് അവർ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ട്രസ്റ്റ് ട്രാൻസ്ഫർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത സെലിബ്രിറ്റീസിലെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത, അവരൊന്നും മുന്നേ സ്കിൻ കെയറിലൊന്നും ഒന്നും ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. 40+ ആയിട്ടുള്ള സ്കിൻ കെയറിന് വീഡിയോസ് ഒന്നും മുന്നേ ചെയ്തിട്ടില്ലാത്ത ഒരു സെലിബ്രിറ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ അവരിങ്ങനെ ചെയ്യണമെന്ന് ഒരു മുന്നേ ഇങ്ങനെ ചെയ്തിട്ടില്ല, അപ്പൊ എന്തോ കാര്യമുണ്ട് എന്നൊരു തോട്ട് നമുക്ക് വരും. ആൻഡ് ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സെലിബ്രിറ്റിയിലെ ക്രെഡിബിലിറ്റി ആണ് ഈ പ്രൊഡക്റ്റ് ക്രെഡിബിലിറ്റി ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ അഡോർ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ ട്രസ്റ്റ് ബിൽഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ അതിൽ അങ്ങനത്തെ മാർക്കറ്റിങ്ങിന് വീണ് പോകാണ്ടിരിക്കും. ഇനി പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫിൽറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഏതൊക്കെയാണ് ഫിൽറ്റേഴ്സ് എന്നുള്ളത്. സോ സൺസ്ക്രീൻ അടിപൊളിയാണ്. പക്ഷെ അവരുടെ 4-in-1 ജെല്ല്, പിന്നെ ഏജ് കാറ്റഗറി വൈസ് ഉള്ള ക്രീംസ് ഒന്നും എനിക്ക് ലിസ്റ്റ് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ബ്രാൻഡ് എന്ന് മനസ്സിലായി കമന്റ് ചെയ്യും കേട്ടോ.